ഈ ഒരു വീഡിയോയിൽ നമ്മൾ സഞ്ജു സാംസണുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നോക്കാൻ പോകുന്നത്. സോ സഞ്ജു സാംസൺ ഫാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. 300 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇനിയും പറയാൻ പോകുന്ന കാര്യം കുറച്ച് നാൾ മുമ്പത്തെ ഒരു കാര്യമാണ്. കുറച്ച് നാൾ മുമ്പ് ഒരു വ്യക്തി സഞ്ജു സാംസണിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ്. എന്തായാലും ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ കേൾക്കാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ കേട്ടവരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തു പോകും. പേര് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആഡം ഗില്ലിക്രിസ്റ്റ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. നമുക്കറിയാം സഞ്ജു സാംസൺ തുടർച്ചയായിട്ട് കഴിഞ്ഞ സീരീസുകളിൽ T20 സീരീസുകളിൽ സെഞ്ചുറി നേടിക്കൊണ്ടേയിരുന്നു. സോ എന്തായാലും ആ ഒരു സെഞ്ചുറി നേട്ടത്തിന് ശേഷം അദ്ദേഹം ഒരു മാച്ചിൽ ഒരു സെഞ്ചുറി നേടി. എനിക്ക് തോന്നുന്നു ഏത് മാച്ച് ഞാൻ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. എന്തായാലും സൗത്ത് ആഫ്രിക്കയ്ക്ക് മുമ്പൊരു മാച്ചിൽ അദ്ദേഹം സെഞ്ചുറി നേടിയൊരു മാച്ച് ഉണ്ടായിരുന്നു. സോ ആ ഒരു മാച്ചിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസായിട്ട് ആഡം ഗില്ലിക്രിസ്റ്റ് പറയുകയായിരുന്നു, അത് ഞാൻ വിചാരിച്ചു IPL നേരത്തെ തുടങ്ങിയത്. കാരണം IPL വരുമ്പോൾ മാത്രമേ സഞ്ജു സാംസൻ്റെയൊക്കെ പേര് കേൾക്കാറുള്ളൂ. സോ ഇപ്പോഴാണ് സഞ്ജു സാംസൻ്റെ പേര് ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ഞാൻ കേട്ടതെന്ന്. എന്തായാലും അദ്ദേഹത്തിന് നേരത്തെ തന്നെ ഓപ്പർച്യൂണിറ്റി കിട്ടേണ്ടേ ആയിരുന്നു എന്ന് നമ്മുടെ ഗില്ലിക്രിസ്റ്റ് പറയുന്നുണ്ട്. സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു മലയാളിയായിട്ട് തടഞ്ഞാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവുള്ളവർ മറ്റുള്ളവരുണ്ട് അതുകൊണ്ടാണോ അദ്ദേഹത്തിന് ഇത്രയും നാൾ ഇനി ഇനിയും അവസരം കിട്ടായിരുന്നു? കമൻറ്റ് ബോക്സിൽ പറയുക.